വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 8, 9, 10 ക്ലാസ്സുകളൊന്നും ആയിട്ടല്ല. ഇവിടെ നോക്ക്, നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ ആണ് +1 സയൻസിലെ കെമിസ്ട്രി ക്ലാസ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഏതാണ്? സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. 2 ടെക്സ്റ്റ് ബുക്കുകളാണ് ഇതിലുള്ളത്. നമ്മുടെ +1 സയൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് പാർട്ട് 1ഉം പാർട്ട് 2ഉം. പാർട്ട് 1ൽ 9 ചാപ്റ്റേഴ്സ്, പാർട്ട് 2ൽ 7 ചാപ്റ്റേഴ്സ്. ടോട്ടൽ 16ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് +1 കെമിസ്ട്രി പഠിക്കാനുണ്ട്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് എല്ലാം. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ +1ൽ പഠിച്ചതിന്റെ നേരെ കണ്ടിന്യൂഷൻ തന്നെയാണ് നമുക്ക് +2 ക്ലാസ്സുകളിലും വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി തന്നെ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, +1ലുള്ള ഓരോ ചാപ്റ്റേഴ്സിനെയും നിങ്ങൾ കാണുക, അത്രയും നന്നായി പഠിക്കുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ കെമിസ്ട്രി അഥവാ നമ്മുടെ രസതന്ത്രം വളരെ രസകരമായി തന്നെ നമുക്ക് പഠിച്ചു പോകാം. നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ തൊട്ട് 16ാമത്തെ ചാപ്റ്റർ എത്തുമ്പോഴേക്കും വളരെ രസകരമായി നമുക്ക് രസതന്ത്രം പഠിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് കെമിസ്ട്രി പഠനം രസകരമല്ലാത്തത്? നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് ഏതൊരു കാര്യവും താല്പര്യത്തോടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് രസകരമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് തൊട്ട് തീരുമാനമെടുക്കാം, നമ്മുടെ കെമിസ്ട്രി പഠിക്കുന്നത് നമ്മൾ വളരെ രസകരമായിട്ടാണ്. ഓക്കെ, നമ്മൾ ഈ കെമിസ്ട്രി ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന വിഷയം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഒരുപാട് എലമെന്റ്സിന്റെ പേരാണ്. കാർബൺ, കോപ്പർ, അലുമിനിയം, ഹൈഡ്രജൻ, സൾഫർ, ഫോസ്ഫറസ്, മെഗ്നീഷ്യം, പൊട്ടാസ്യം, ഇങ്ങനെ ഒരുപാട് എലമെന്റ്സിന്റെ പേര് ഓർമ്മ വരും. ആൻഡ് ഓൾസോ അതിന്റെ സിമ്പിൾസ്, പിന്നെ കുറെ കെമിക്കൽ റിയാക്ഷൻസ്, ഇക്വേഷൻസ്, ബാലൻസിങ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. അതൊന്നും നമുക്ക് അത്ര രസകരമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യവുമല്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കത് അത്ര ഇഷ്ടമല്ലാതെ മാറുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് തൊട്ട് ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ ഹൈഡ്രജനെയും ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ഒക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്. നമ്മുടെ ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ നമുക്ക് ഇഷ്ടമാണ്. കെമിക്കൽ ചേഞ്ചസ്, ഫിസിക്കൽ ചേഞ്ചസ്, അതായത് ഈച്ച് ആൻഡ് എവറി ടേംസ് ഓഫ് കെമിസ്ട്രി നമുക്ക് വളരെ ഇഷ്ടത്തോടെ പഠിക്കാം. ഇനി നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി. വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി? അല്ലെങ്കിൽ അത് പറയുന്നതിനേക്കാൾ മുൻപേ ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് കെമിസ്ട്രി? So, what is the definition of chemistry? Chemistry is a branch of science that deals with the properties, structure and composition of matter. So, what is chemistry? Chemistry is the branch of science which deals with the structure, composition of matter. അപ്പോൾ നമ്മൾ അത് ആദ്യം പഠിച്ചു വെക്കുക. അതല്ലെങ്കിൽ ഇങ്ങനെ മാത്രം ഓർത്തു വെക്കുക. Chemistry is the branch of science which deals with the studies of matter. മാറ്ററിനെ കുറിച്ചും അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും അതിന്റെ കോമ്പോസിഷനെ കുറിച്ചുള്ള പഠനമാണ് കെമിസ്ട്രി അഥവാ രസതന്ത്രം. Once more, what is the definition of chemistry? Chemistry is the branch of science that deals with the properties, composition and properties, composition and structure of matter. അപ്പോഴാണ് നമ്മൾ ഇവിടെ കേട്ടു മാറ്റർ. അപ്പൊ അവിടെ നമ്മൾ കേൾക്കുന്നു മാറ്റർ. സോ വാട്ട് ഈസ് മാറ്റർ? നമ്മള് പ്രീവിയസ് ക്ലാസ്സസ് ഓൺ 9th, മേ ബി ഓൺ 9th or 8th നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മള് എന്താണ് മാറ്റർ എന്ന് വിത്ത് എക്സ്പെരിമെന്റ്സ് നമ്മള് ബൈ പ്രൂവ് വാട്ട് ഈസ് മാറ്റർ വി പ്രൂവ് ഇറ്റ് യൂസിങ് ആൻഡ് എക്സ്പെരിമെന്റ്സ്. അതിൽ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കുറെ ഒബ്സർവേഷൻസിലും കൺക്ലൂഷനൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാറ്റർ. സോ വാട്ട് ഈസ് മാറ്റർ? മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഹാസ് space to occupy and have volume, or we can say matter is anything which has mass and occupies space is called matter. സ്പേസ് ആൻഡ് വോളിയം 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ആണ് മാറ്ററിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് സ്പേസ്, ദാറ്റ് which needs
space to occupy. A substance or anything which needs space to occupy. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. And has a volume. Which has volume. And anything which has volume and needs space to occupy is called what? That is called matter. That is, what is matter? Matter is anything which has space to occupy. അത് തന്നെയാണ് എന്ത് പറയുന്നത്? Space to occupy തന്നെയാണ് നമ്മൾ വോളിയം എന്ന് പറയുക. പിന്നെ ഒന്നുകൂടി ഉണ്ട്, and which has mass. മാസ് ഉള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എല്ലാ വസ്തുക്കളെയും എന്തു പറയുന്നു? മാറ്റർ എന്ന് പറയുന്നു. മാറ്റർ ഈസ് എനിത്തിങ് which has volume, that means which has space to occupy and has mass is called matter. Anything around us is matter. Pen, pencil, water, then what? Food. More examples: bottles, clock, pen, televisions, and all the things around us is called matter. നമുക്ക് ചുറ്റും കാണുന്ന എല്ലാം തന്നെ എന്ത് തന്നെയാണ്? മാറ്റർ തന്നെയാണ്. സ്ഥലം ആവശ്യമാണ് സ്ഥിതി ചെയ്യാൻ. അതുപോലെ അതിന് എന്തുകൂടി ഉണ്ടെങ്കിൽ, മാസ് കൂടി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മാറ്റർ എന്ന് വിളിക്കുന്നു. അത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ജസ്റ്റ് അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി. നമ്മുടെ ലൈഫ് തന്നെ ഏതുമായി റിലേറ്റഡ് ആണ്? കെമിസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ ഞാൻ എന്നൊരു വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ കെമിസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത്? ഇപ്പൊ ഞാൻ രാവിലെ എണീക്കുന്നു. ഞാനോ നിങ്ങളോ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നു. നമ്മൾ ബ്രീത്ത് ചെയ്യുന്നില്ലേ? ഉണ്ട്. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നുണ്ട്, എക്സെയിൽ ചെയ്യുന്നുണ്ട്. വെള്ളം കുടിക്കുന്നില്ലേ? ഉണ്ട്. നമ്മുടെ ബോഡി ഒന്ന് എടുത്തു നോക്കിയാൽ നമ്മുടെ ബോഡി കണ്ടന്റ് എന്താണ്? അതില് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, 65% ഓഫ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. നമ്മുടെ 65% വാട്ടർ ആണ്. പിന്നെ എന്താണ്? നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു, എക്സെയിൽ ചെയ്യുന്നു. അവിടെ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ദെൻ നമുക്ക് നല്ല ചിക്കൻ ബിരിയാണി കിട്ടുന്നു, അല്ലെങ്കിൽ നല്ലൊരു ചിക്കൻ ബിരിയാണിയിലെ എല്ലൊക്കെ നമ്മൾ കടിച്ചു വലിച്ച് തിന്നുകയാണ്. അപ്പോഴെന്താണ്? നമ്മുടെ പല്ലിനൊക്കെ നല്ല ഉറപ്പ് വേണം അല്ലെ. അല്ലാണ്ട് ഇങ്ങനെ തൊടുമ്പോ പൊടിയുന്ന പല്ലാണെങ്കിൽ നമുക്ക് ഇത് കടിച്ചു വലിച്ച് തിന്നാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ നല്ല ഉറപ്പുള്ള ടീത്ത്സ് വേണം നമുക്ക്. അതായത് നമ്മുടെ ഈ കാൽസ്യം, നല്ല ഉറപ്പ് നൽകുന്ന ടീത്തിന്റെ ഉറപ്പ് നൽകുന്ന കാൽസ്യം, പിന്നെ നമ്മുടെ ഫോസ്ഫറസ്, അതുപോലെ സൾഫർ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തു പോകുന്ന പുക, കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ എന്താണ്? നമ്മുടെ വീട്ടിലുള്ള ഫൈബർ പ്ലേറ്റ്, ഫൈബറിന്റെ ഫേർണിച്ചേഴ്സ്. പിന്നെ എന്താണ്? പ്ലാസ്റ്റിക്സ്. വേറെന്താ? അസുഖം വരുമ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ്, അതായത് നമ്മുടെ മരുന്നുകൾ, ഡ്രഗ്സ്, മെഡിസിൻസ്. ദെൻ വാട്ട്? പിന്നെന്താ? അങ്ങനെയെല്ലാം എന്താണ് നമ്മുടെ ഫാക്ടറീസിലൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ എല്ലാം തന്നെ ഏതുമായി റിലേറ്റഡ് ആണ്? കെമിസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഇവിടെ നമ്മൾ വാട്ടർ എടുത്താൽ ജലം, H2O, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഫൈബേഴ്സ്, പ്ലാസ്റ്റിക്സ്, drugs, industry, all these are very closely related to chemistry. So chemistry is very important. So in our daily life we always link or always close to chemistry. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ആരുമായിട്ട് വളരെ ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കെമിസ്ട്രിക്ക്. മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെന്താണ്? എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ബൈ യൂസിങ് കെമിസ്ട്രി ആണ്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ നമ്മൾ കെമിസ്ട്രിയുടെ യൂസസ് ഉണ്ട്. മെഡിസിനൽ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ, അതുപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രിയിൽ എല്ലാം പ്രിസർവേറ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രിസർവേറ്റീവ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇത് നമ്മുടെ എന്താണ് വീട്ടില് അല്ലറ ചില്ലറ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് പോലും വെരി ക്ലോസ്ലി റിലേറ്റഡ് ടു കെമിസ്ട്രി ആണ് അല്ലെ. അപ്പൊ എന്താണ്? വളരെ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ കെമിസ്ട്രിയിലേ ഉള്ളത്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ ദിവസവും നമ്മുടെ ലൈഫിൽ കെമിസ്ട്രി യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. അപ്പോ അതോടൊപ്പം ഞാൻ പറയുകയാണെങ്കിൽ സയൻസ് സ്റ്റുഡന്റ് മസ്റ്റ് ഹാവ് കീൻ ഒബ്സർവേഷൻ. നമ്മൾ ഒരു സയൻസ് സ്റ്റുഡന്റ് ആയിരിക്കുന്നു എങ്കിൽ നമുക്ക് എപ്പോഴും വേണ്ടതൊരു കീൻ
ആയിട്ടുള്ള ഒബ്സർവേഷൻ ആണ്. ഈ കീൻ ഒബ്സർവേഷൻ ആണ് കെമിസ്ട്രിക്ക് വേണ്ടത്. അതുപോലെ തന്നെ കെമിസ്ട്രി സ്റ്റഡീസ് ഓൾവേസ് സിസ്റ്റമാറ്റിക്കലി. പിന്നെന്താണ് നമ്മുടെ കെമിസ്ട്രി പഠനം എന്ന് പറയുന്നത് എപ്പോഴും സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അങ്ങനെ സിസ്റ്റമാറ്റിക് ആവുമ്പോൾ എന്താവുന്നു കെമിസ്ട്രി പഠനം എന്ന് പറയുന്നത് വിച്ച് ഇസ് വെരി സിമ്പിൾ ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. നമ്മൾ എന്ത് പറഞ്ഞു? മാറ്റർ. സോ വാട്ട് ഈസ് മാറ്റർ? മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഹാസ് സ്പേസ് ആൻഡ് നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ. പിന്നെ എന്ത് പറയാം? സോ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് നെക്സ്റ്റ്. ഓൾ മാറ്റർ. മാറ്റർ മെയിൻലി എക്സിസ്റ്റ് ഇൻ 3 ഫിസിക്കൽ സ്റ്റേറ്റ്സ്. മാറ്ററിന് മെയിൻ ആയിട്ട് 3 ഫിസിക്കൽ സ്റ്റേറ്റ്സ് ആണുള്ളത്. ആ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ദീസ് ആർ ദി സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് തന്നെ സോളിഡ്സ്, ലിക്വിഡ്, ഗ്യാസ് എടുക്കുമ്പോൾ അതിന്റെ പാർട്ടിക്കിൾ അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. So we can let us check the particle arrangement of solid, liquid and gas. So this one is solid. Here the particles are arranged very closely. In the case of solid, particles are arranged very closely, or we can say tightly packed particles. What about the movement of these particles? It is very mobile or movement is highly restricted. We can say the movement of the solid particles are highly restricted. The movements are highly restricted. And which have rigid shape. And the last one which have fixed volume. These are the properties of solid. What are the properties of solid? Solid, the particles are very closely arranged, movements are highly restricted, and they have rigid shape and they have fixed volume. Then next one, liquid. So in liquids, the particles are arranged just like this. Here, they are closely arranged, or we can say particles of the liquids are close to each other, but they can't move around. But that is the speciality. They can move around. The particles of the liquids can move around. They are close to each other, but the particles can move around. And one special capacity, that is they can acquire. They means liquids can acquire the shape of the container which they kept. നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ലിക്വിഡ് എടുത്തിരിക്കുന്നത് ആ ലിക്വിഡിന്റെ ആ ഒരു പാത്രത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കണ്ടെയ്നറിന്റെ ഷേപ്പ് അക്വയർ ചെയ്യാൻ വേണ്ടി ആർക്ക് പറ്റും? ലിക്വിഡ്സിന് പറ്റും. സോ അതാണ് നമ്മൾ എന്ത് പറയുന്നത്? They can acquire the shape of the container which they kept. In what about their volume? They have fixed volume. നമുക്ക് എന്ത് പറയാം? ഇവിടെ നമ്മൾ പറഞ്ഞു ഫിക്സഡ് വോളിയം സോളിഡ്സിനുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡ്സ് ഹാവ് ഫിക്സഡ് വോളിയം ബട്ട് ദേ ഡോണ്ട് ഹാവ് ഫിക്സഡ് ഷേപ്പ്. അവയ്ക്ക് എന്തില്ല? ഫിക്സഡ് ഷേപ്പ് ഇല്ല. ഇത്രയാണ് ഏതിന് നമുക്ക് പറയാൻ പറ്റുന്നത്? ലിക്വിഡ്സിന്റെ കേസിൽ പറയാൻ പറ്റുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഗ്യാഷ്യസ്. So what about the gaseous particle arrangement? Just like that, because they are very close to each other എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. They are very far away. എന്താണ്? ഈ പാർട്ടിക്കിൾസ് വളരെ അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്. There will be no force of attraction between the particles. ഈ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ എന്തില്ല? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. They can move freely as compared to liquid and solid.
സോളിഡ് പാർട്ടിക്കിളിനെയും ലിക്വിഡ് പാർട്ടിക്കിളിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാഷ്യസ് പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? they are freely movable ആണ്. the mobility is very high. mobility എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. they have neither volume nor shape. വോളിയവും ഇല്ല, ഷേപ്പും ഇല്ല. പിന്നെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് എന്താണ് they fill എന്ന് പറയാം, നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മുടെ ഈ ഗ്യാസ് എടുക്കുന്നത് ആ പാത്രം മൊത്തമായിട്ട് അതില്ലെങ്കിൽ അതിനെ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ എടുത്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ വോളിയം മൊത്തമായിട്ടും ആര് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. റിപ്പീറ്റ് ചെയ്യണോ? ജസ്റ്റ് പറയാം. സോളിഡ് ലിക്വിഡ് ഗ്യാസിന്റെ പാർട്ടിക്കിൾ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ ഈ പാർട്ടിക്കിൾ അറേഞ്ച്മെന്റ് നോക്കിയിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. റിജിഡ് ആണ്, ക്ലോസ്ലി പാക്ഡ് ആണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറഞ്ഞു, മൊബിലിറ്റി പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു? അതിന്റെ വോളിയവും ഷേപ്പും ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പറയാൻ പറ്റുന്നത് സോളിഡ് ലിക്വിഡ് ഗ്യാസ്. നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കാലോ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം സോളിഡ് ഐസ് എടുക്കാം, ലിക്വിഡ് വാട്ടർ ആണ്, ആൻഡ് ഗ്യാസിന് വേപ്പർ ആയിട്ട് എടുക്കാം. സോ ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദി ത്രീ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ആർ, നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്, ദീസ് ത്രീ ഫിസിക്കൽ states are interchangeable or interconvertible. നമുക്ക് ഇതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെ? ബൈ ചേഞ്ചിങ് ദി കണ്ടീഷൻസ് ഓഫ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. പ്രഷർ ടെമ്പറേച്ചർ വാരിയേഷൻസ് നടത്തിയാൽ ഈ ഫിസിക്കൽ സ്റ്റേറ്റ്സിനെ നമുക്ക് ഇന്റർ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ when solid heated it become liquid, again heat the liquid, it become gas, then cool the gas, we get liquid, again cool the liquid, we get solid. So we can say by changing the temperature and pressure conditions, these physical states that are solid, liquid and gaseous states are interconvertible. Okay, അത് ക്ലിയർ ആണല്ലോ. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ള സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് we can move to classification of matter. What is classification of matter? Classification of matter. So matter can be mainly classified into two, that are pure substances and mixture. നമ്മൾ മുമ്പേ പഠിച്ച കാര്യമാണ് pure substances and mixture. Matter can be mainly classified into two, that is first one is pure substances and second one is mixture. So what is pure substances? A matter contain when a constituent particles are uniform throughout in their chemical properties, then it is called pure substance. എന്താണ്? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഒക്കെ മൊത്തം എല്ലായ്പ്പോഴും ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാം. എവിടെ നോക്കിയാലും നമ്മളിപ്പോ ഷുഗർ സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാലും അതിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അതായത് അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കെമിക്കൽ നാച്ചർ എന്ന് പറയുന്നതിന് എപ്പോഴും ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടോ എങ്കിൽ അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി മിക്സ്ചേഴ്സ് which contain more than one components and they have the component more than two components, each and every components may vary in the ratio. പിന്നെ എന്താണ്? ഓരോ കമ്പോണന്റിന്റെയും റേഷ്യോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വാരി ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അവിടെ അതിന്റെ കെമിക്കൽ നാച്ചറിൽ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുന്നില്ല എങ്കിൽ, മോർ ദാൻ വൺ കമ്പോണന്റ് ഉണ്ടെങ്കിൽ എന്ത് പറയാം? അതിനെ നമുക്ക് മിക്സ്ചർ എന്ന് പറയാം. പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചർ. പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ
maintain and they keep the uniformity always. Composition le എല്ലായ്പ്പോഴും uniformity keep ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? അതിനെ നമ്മൾ pure substance എന്ന് പറയുന്നു. അതിന്റെ നേരെ റിവേഴ്സ് ആണ്, യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുന്നില്ല, കോമ്പോസിഷൻ എന്താണ് ഡിഫറെന്റ് റേഷ്യോയിലാണ്, മോർ ദാൻ വൺ കമ്പോണന്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? മിക്സ്ചർ എന്ന് പറയുന്നു. അപ്പൊ എന്താണ് പ്യുവർ സബ്സ്റ്റൻസ്? മിക്സ്ചേഴ്സ്. മെയിൻലി മാറ്റർ ക്യാൻ ബി മെയിൻലി ഡിവൈഡഡ് ഇൻടു ടു, that are pure substance and mixture. If they maintain their uniformity always, they are called pure substances. If they are not keeping or maintain uniformity, or they have more than one component, then it is called a mixture. Okay, and mixture can be again divided into two. Matter can be divided into pure substance and mixture. Mixture can be again divided into two, that are homogeneous mixture and heterogeneous mixture. Homogeneous and heterogeneous mixture. സെയിം ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കോമ്പോസിഷൻ യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഹെറ്ററോജീനിയസ് ആണ്, മോർ ദാൻ വൺ കമ്പോണന്റ് ഉണ്ട്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഷുഗർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്താണ് ഷുഗർ സൊല്യൂഷനും എയർ ഒക്കെ നോക്കിയാൽ കോമ്പോസിഷൻ എല്ലായിടത്തും ഒരുപോലെയാണ്. മിക്സ് യൂണിഫോമിറ്റി ഇവിടെ നന്നായിട്ട് യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെ നമുക്ക് ഹോമോജീനിയസ് എന്ന് പറയാം. ഈ ഹെറ്ററോജീനിയസ് ആണെങ്കിൽ മിക്സ്ചർ കണ്ടെയ്ൻ മോർ ദാൻ വൺ കമ്പോണന്റ്, രണ്ടിലധികം കമ്പോണന്റ് ഉണ്ടായിരിക്കാം. ഈ ഓരോ കമ്പോണന്റും ഡിഫറെന്റ് റേഷ്യോയിലായിരിക്കാം. ഡിഫറെന്റ് റേഷ്യോയിലാണ്. രണ്ട് കമ്പോണന്റ് ആണെങ്കിൽ ആ രണ്ട് കമ്പോണന്റും ഡിഫറെന്റ് റേഷ്യോയിലാണ്. അവിടെ ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്ന് പറയാം. സോ ഹിയർ ദ വേർഡ് മീനിങ് ഹോമോ മീൻസ് സെയിം. ഹോമോ എന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് സെയിം എന്നാണ്. ഹെറ്ററോ മീൻസ് വേർഡ് ഡിഫറെന്റ്. ഹെറ്ററോ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. സോ മിക്സ്ചർ ക്യാൻ ബി അഗൈൻ ഡിവൈഡഡ് ഇൻടു ടു, that are homogeneous mixture and heterogeneous mixture. If they maintain their uniformity or they mix equally, then it's called homogeneous mixture. For example, sugar solution, air, etc. And if the components are not maintain their uniformity or they have different components are in the different ratio, then they called as heterogeneous mixtures. Okay, we can write it using a diagram or നമുക്കൊരു എന്താ പറയാ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇത് നമുക്ക് ഡിനോട്ട് ചെയ്യാം അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. സോ matter can be divided into pure substance. Matter can be divided into pure substances and mixtures. Mixture can be again divided into two, that are homogeneous mixture and heterogeneous mixture. Then pure substance is also divided into two, that are elements and compounds. It is very important. It is very important. First one is matter. So what is matter? Matter is anything which has space and need. Matter is anything which has mass and needs space to occupy. And this matter is again divided into pure substances and mixture. Then pure substances again divided into elements and compounds. Mixture is also divided into two, that are homogeneous mixtures and heterogeneous mixtures. നമ്മളെ മിക്സ്ചർ ഇവിടെ പ്യുവർ സബ്സ്റ്റൻസ്, മിക്സ്ചർ, ഹോമോജീനിയസ് ആൻഡ് heterogeneous we discussed. Now let us check about what is element and what is compound. Elements. What is elements? Elements consist of only one type of particles. If a pure substance consists only one type of particle, just only one type of particle, then it is called elements. The elements may be atoms or molecules. Atoms or molecules. For example, elements hydrogen, oxygen, nitrogen, chlorine, argon, all these are elements which contain only one type of particle, which may be atoms or molecule. Next one is compounds. Compounds contain more than two elements. If more than
more than one element combine in different ratio then form a compound. More than one element, more than atoms of or more than atoms of more than one element combine in different ratio to form a compounds. For example, water, carbon dioxide, ammonia, these all are examples of compounds. Pure substance can be divided into two elements and compounds. So what is elements? If they consist only one type of particles, then they are called elements. These elements may be atoms or molecules. So examples: hydrogen, oxygen, nitrogen, carbon, calcium, sulfur, phosphorus, etc. Then next one is compound. If the compound is formed by the combination of more than one different type of elements in different ratio. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. എങ്ങനെയാണ് നമുക്ക് ആറ്റംസ് അല്ലെങ്കിൽ എലമെന്റ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ, കാർബൺ, നൈട്രജൻ, all these are what? Elements. ഇതൊക്കെ എലമെന്റ്സ് ആണ് അല്ലേ? എലമെന്റ്സ് ആണ്. The same type of elements, hydrogen plus hydrogen. Hydrogen is an element atom. Hydrogen ഒരു atom ആണ്. And ഇവിടെ two same atoms combine to form an hydrogen molecule. Just like that, oxygen atom and another oxygen atom, they are combined to each other to form an oxygen molecule. ഇത് elements in the case il namukku parayam. Then next one is water. Here hydrogen, two hydrogen atoms will combine with one oxygen, then form water. Different atoms, so different elements, different atoms in different ratio. രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ഓരോ ഓക്സിജൻ ആറ്റം അടക്കം മോർ ദാൻ വൺ എലമെന്റ് വന്നു, ഹൈഡ്രജനും ഓക്സിജനും വന്നു. ഇവ കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടായിരിക്കുന്നു? മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. Then carbon dioxide, one carbon atom combined with two oxygen atoms to form carbon dioxide. This carbon dioxide is a compound. Next one is ammonia. Here one hydrogen atom combined with three hydrogen atoms to form a compound called ammonia. So ഇതാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇത്ര വരെയാണ് നമ്മൾ ജസ്റ്റ് നോക്കുന്നത്. എന്തൊക്കെ നോക്കി? എന്താണ് കെമിസ്ട്രി എന്ന് പറഞ്ഞു, ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി പറഞ്ഞു, മാറ്റർ എന്താണെന്ന് പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു? മാറ്ററിന്റെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പറഞ്ഞു, അത് ഇന്റർ കൺവേർട്ടബിൾ ആണെന്ന് പറഞ്ഞു. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പറഞ്ഞു. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ, പ്യുവർ സബ്സ്റ്റൻസ്, മിക്സ്ചർ, എലമെന്റ്, കോമ്പൗണ്ട്, ഹോമോജീനിയസ്, ഹെറ്ററോജീനിയസ്, പിന്നെ അതിന്റെ ജസ്റ്റ് ഒരു റെപ്രസെന്റേഷനും കൂടി നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ എടുക്കാം.